അതിന് തയ്യാറാണ്. അതെ, ഒരു അവസാന ശ്രമം. പക്ഷേ അതിനു മുമ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എനിക്കറിയണം. ഇത് സുപ്രധാനവും അന്തിമവുമായ തീരുമാനമായിരിക്കണം. ഇക്കാര്യത്തിൽ ഭീമന്റെ അഭിപ്രായം? ഭരതന്മാരുടെ വംശം നശിക്കാതിരിക്കലാണല്ലോ പ്രധാനം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാനൊരുക്കമാണ്. വേണമെങ്കിൽ ദുര്യോധനന്റെ ദാസ്യവൃത്തിപ്പെടും. ഇക്കാര്യത്തിൽ അർജുനന്റെ അഭിപ്രായം? പിതാമഹനും ആചാര്യനുമൊക്കെയാണ് മറുപക്ഷത്ത് എന്നതാണ് എന്റെ അഭിപ്രായം. പശുക്കൾ തിരിച്ചു പിടിക്കും പോലെയല്ലോ യുദ്ധം. സന്ധി സാധിച്ചാൽ അതാകും എല്ലാവർക്കും നല്ലത്. ജ്യേഷ്ഠൻ അർജുനന്റെ അഭിപ്രായം തന്നെയാണ് എനിക്ക്. സഹദേവൻ, ജ്യേഷ്ഠന്മാരൊക്കെ വലിയ ധർമ്മിഷ്ഠരായിരിക്കാം. പക്ഷെ എന്റെ അഭിപ്രായം വ്യത്യസ്തമാണ്. പാണ്ഡവോത്തത്തെ സഭാപത്യത്തിൽ അപമാനിതയാക്കുന്നത് കണ്ടു നിന്നവരാണ് ഞാൻ. ആണായി പിറന്ന ഒരുവരും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ച. കൗരവരെ നശിപ്പിച്ചേ കാണുന്നു. എല്ലാറ്റിനും കാരണക്കാരനായ ആ ശകുനിയെ ഞാൻ കൊല്ലും. എനിക്ക് വേണ്ടത് സന്ധിയല്ല, യുദ്ധമാണ്, യുദ്ധം. ശരി, തിരിയാം. കൃഷ്ണൻ ദൂതുമായി പുറപ്പെടുക. ഒരു വാക്കുകൂടി. എന്റെ അഭിപ്രായം ആരും ചോദിച്ചില്ലെന്നറിയാം. പണയപ്പെട്ടതിന് നാവില്ല. ദ്രൗപദി, ഇത് രാജനീതിയെ കുറിച്ചുള്ള ഒരു മന്ത്രാലോചനയാണ്. അറിയാം. കുരുവംശത്തിൽ സ്ത്രീകൾക്ക് കഴിയണമെങ്കിൽ അന്ധകളാകണം, അല്ലെങ്കിൽ ഊമകളാകണം. ശമത്തെ കുറിച്ചാണ് ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ കേട്ടത്. ശമം കെഞ്ചാൻ പോകുന്നതിനിടയ്ക്ക് ഇതുകൂടി കേൾക്കണം. ദുശാസനൻ സഭയിൽ വലിച്ചഴിച്ചപ്പോൾ അഴിഞ്ഞ ഈ മുടി പിന്നെ ഞാൻ കെട്ടിയിട്ടില്ല. ഉള്ളിൽ കത്തുന്ന തീയിൽ കണ്ണീരിൽ കിടാതെയാണ് ഞാൻ ഇത്ര കാലം കാത്തു സൂക്ഷിച്ചത്. കൗരവരെ ഒറ്റയ്ക്ക് കൊല്ലുമെന്ന് പ്രതിജ്ഞ എടുത്ത ആളുകൂടി ഇപ്പോൾ ധർമ്മിഷ്ഠനായിരിക്കുന്നു. എനിക്കും മതപ്പാടാണ്. മതയാനയോട് മലയുദ്ധത്തിന് ഭീമൻ